പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് രാജ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച CPM-ൽ നേതൃയോഗത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ചാലക്കുടിയിൽ മുൻ മന്ത്രി C. രവീന്ദ്രനാഥ് മത്സരിക്കും. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനെ തന്നെ രംഗത്തിറക്കും. മലപ്പുറത്ത് V. വസീഫ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ വരികയാണ്. സ്റ്റെഫിൻ വിശദാംശങ്ങൾ നൽകും. സ്റ്റെഫിൻ, 15 മണ്ഡലങ്ങളിലേക്കുമുള്ള CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും നേരത്തെ ചേർന്നിരുന്നു. ഇതിലിപ്പോൾ മറ്റു പേരുകളൊക്കെ തന്നെയും ഈ 3 മണ്ഡലങ്ങളൊഴികെ, എറണാകുളം ഒഴികെ, നമ്മൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളൊഴികെ ബാക്കി എല്ലായിടത്തുമുള്ള പേരുകൾ ഏതായിരിക്കും? ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിർദ്ദേശിച്ച പേരുകൾ നമ്മൾ കേട്ടിരുന്നു. സമാനമായിട്ടുള്ള പേരുകൾ തന്നെയാണോ? എങ്ങനെയാണ്? ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും? അക്ഷയ, ഏറെ കൗതുകത്തോടെ നമ്മൾ നോക്കിയിരുന്നത് എറണാകുളത്ത് അതോടൊപ്പം തന്നെ മലപ്പുറത്തൊക്കെ ആര് സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളതാണ്. ആശയക്കുഴപ്പങ്ങൾ അതൊക്കെ മാറുകയാണ്. എറണാകുളത്ത് KJ ഷൈൻ KSTയുടെ പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ നോർത്ത് പറവൂർ നഗരസഭയിലെ കൗൺസിലർ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാർഡിൽ ഉള്ള വോട്ടറാണ്. ആ തരത്തിലൊക്കെ KJ ഷൈൻ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ചാലക്കുടി മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. C. രവീന്ദ്രനാഥ് അവിടെ സ്ഥാനാർത്ഥിയാകും. മുൻ മന്ത്രി കൂടിയാണ്. ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയിൽ ഒരു നിർണായകമായ മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. വലിയൊരു മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ C. രവീന്ദ്രനാഥിൻ്റെ ഒരു പ്രതിച്ഛായ, അതോടൊപ്പം തന്നെ ഒരു ജനകീയ മുഖം അവിടെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ C. രവീന്ദ്രനാഥിനെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നു. അതോടൊപ്പം പൊന്നാനി മണ്ഡലത്തിലായിരുന്നു V. വസീഫിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നതെങ്കിൽ അത് മലപ്പുറത്ത് V. വസീഫ് മത്സരിക്കും, സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു മണ്ഡലങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ V. ജോയി, CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെയാണ്. ആറ്റിങ്ങലിൽ V. ജോയി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വാർത്ത വന്നതുപോലെ തന്നെ കൊല്ലത്ത് M. മുകേഷ് തന്നെയാണ് സ്ഥാനാർത്ഥിയാകുക. മുൻ മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ MLA-മാരെയും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ രംഗത്തിറക്കി പരമാവധി സീറ്റുകളിൽ മത്സരിക്കുന്ന എല്ലാ സീറ്റുകളും തന്നെ വിജയിക്കുക എന്ന് തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 15 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ആഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് ഇത്തവണ CPM അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ LDF അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 2019 നമുക്ക് മുൻപിലുണ്ട്, CPM-ന് മുൻപിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും സ്റ്റെഫിന് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ അപരിചിതരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന KJ ഷൈൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും പരിചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും എല്ലാം പരിചിതമായ മുഖങ്ങളാണ്. അതോടൊപ്പം മുൻ മന്ത്രിമാരുണ്ട്, അതോടൊപ്പം ഇപ്പോൾ മന്ത്രി K. രാധാകൃഷ്ണൻ, മുൻ MLA-മാർ, അങ്ങനെ എല്ലാ പരിചിതമായ മുഖങ്ങൾ തന്നെയാണ് CPM-ൽ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മന്ത്രിയായിട്ടുള്ള K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം കുറച്ച് എതിർപ്പ് ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും ജില്ലാ നേതാക്കളുടെയും എല്ലാം ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി അവിടെ ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ആലത്തൂർ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ സീറ്റാണ്. കഴിഞ്ഞ തവണ UDF-ലേക്ക് ആ സീറ്റ് പോയെങ്കിൽ കൂടി അത് തിരിച്ചു പിടിക്കുക എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ മന്ത്രിയെ തന്നെ ഇറക്കി, K. രാധാകൃഷ്ണനെ തന്നെ ഇറക്കി ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഒരു പടി മുന്നിൽ CPM എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടു കൂടി 27-ാം തീയതിയാണ് പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എനിക്കും സസ്പെൻസ് നിലനിൽക്കുന്ന പൊന്നാനിയിൽ മാത്രമാണ്. അവിടെ ഒരു പൊതു സ്വതന്ത്രനായിരിക്കും മത്സരിക്കുക എന്നുള്ള കാര്യം അറിയുന്നു. ഈ പൊന്നാനിക്ക് ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വലിയൊരു ഖ്യാതി ഒന്നും ഇന്ന് പൊന്നാനിക്കില്ല. പക്ഷെ അതും തിരിച്ചു പിടിക്കുക, അതും ആഞ്ഞു പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷ CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ സ്വതന്ത്രനായി ആരാകാനുള്ള സാധ്യതയാണുള്ളത്? സ്റ്റെഫിൻ, എന്തെങ്കിലുമൊക്കെ സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ചില സൂചനകൾ പൊന്നാനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ആ പേരുകൾ നമുക്കിപ്പോൾ നൽകാൻ കഴിയില്ല. ഒരു പക്ഷേ സാധ്യത എന്ന് പറയുന്നത് ലീഗിൽ തന്നെയുള്ള ലീഗിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ എതിർചേരിയിലേക്ക് എത്തിച്ച് LDF-ലേക്ക് എത്തിച്ച് അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാനായിരിക്കും ഒരു പക്ഷേ CPM ശ്രമിക്കുക. ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് തന്നെ പൊന്നാനിയിലും ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുക എന്നത് തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. മന്ത്രി V. അബ്ദുറഹ്മാൻ മലപ്പുറത്ത്, അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ KT ജലീൽ
ഉൾപ്പെടെ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് പൊതു സ്വതന്ത്രനെ നിർത്തിക്കൊണ്ട് പൊന്നാനി വലിയൊരു മത്സരം കാഴ്ചവെക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. പൊന്നാനിയിൽ ആദ്യഘട്ടത്തിൽ വസീഫ് അവിടെ മത്സരിക്കും എന്ന് പറഞ്ഞ് കേട്ടിരുന്നുവെങ്കിൽ പോലും വസീഫ് മലപ്പുറത്ത് മത്സരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എല്ലായിടത്തും ഒരു ശക്തമായ മത്സരം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ ജോയിയാണ് മത്സരിക്കുന്നത്, ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായി എല്ലാ രീതിയിലുമുള്ള CPM-ന്റെ പ്രവർത്തനം ഇപ്പോൾ